പ്രോ-Culina's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാം. ഇന്ന് നല്ല മഴയുടെ ദിവസമാണ്. മഴയുടെ ദിവസം എന്ന് പറയുന്നത് മടിയുടെ ദിവസം കൂടിയാണ്. മഴ പ്ലസ് മടി, ഇതാണല്ലോ നമ്മുടെ ഒരു കോമ്പിനേഷൻ പ്ലാൻ. കുറേ ദിവസങ്ങളൊക്കെ വെയിൽ വന്നതിന് ശേഷം പിന്നെ ഒരു മഴയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഈവനിങ്ങിൽ നമുക്ക് എന്ത് കഴിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഈ സമയത്ത് എവിടെയാണ് ചക്ക അത് ചോദിക്കാം അല്ലേ. പക്ഷേ നമ്മൾ ചക്ക നമ്മളുടെ കയ്യിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ചക്കയാണെങ്കിലും കപ്പയാണെങ്കിലും ഒരുപാട് കിട്ടുന്ന സമയത്ത് നമ്മളതെല്ലാം ഉണക്കി സൂക്ഷിക്കും. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ നമ്മളിതൊക്കെ ഉണക്കി സൂക്ഷിക്കും. എന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മയും ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ചക്ക. അപ്പോൾ ആ ചക്കയിൽ നിന്ന് ഉണക്കി സൂക്ഷിച്ചതിന് ഒരിത്തിരി എനിക്ക് തന്നു കിട്ടും. അപ്പോൾ പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം എന്താണെങ്കിലും. അപ്പോൾ ചക്കപ്പുഴുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ ചക്കപ്പുഴുക്കും തീരുമാനിച്ചു. ചക്കപ്പുഴുക്ക് ഉണക്ക ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഉണക്ക ചക്കപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ചക്കയുണ്ടല്ലോ, നമ്മൾ ഈ ഉണക്കിയെടുത്ത ചക്ക അത് ഇതുപോലെ ഇരിക്കും. ഉണക്കച്ചക്ക ഞാൻ വച്ച കേട്ടോ, ഇതുപോലെയാണ് ചക്ക കിട്ടുന്നത്. ഈ ചക്ക എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ഫുൾ നൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് പച്ചവെള്ളത്തിലിടുക. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ശരിക്കും ചക്കയുടെ പരുവത്തിലാവും. അല്ല നമുക്ക് അതിന് നമ്മൾ മറന്നു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും, തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ, തിളച്ച വെള്ളത്തിലേക്ക് ഇടും. അതിപ്പോൾ നമ്മൾ അരിയിൽ നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ എന്താ പറയുക, അരി വെള്ളത്തിലിടാൻ മറന്നു പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒക്കെ എടുത്തിട്ട് നമ്മൾ 4 മണിക്കൂർ ചെയ്യേണ്ട അടുത്ത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കത് അരിയൊക്കെ റെഡിയായി കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഇതും നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും ചക്കയിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് നമ്മൾ ചക്കയുടെ ആ ഒരു പരുവത്തിലേക്ക്, നമ്മൾ ചക്കയൊക്കെ എങ്ങനെയാണോ അല്ലാതെ കിട്ടുന്നത് അതുപോലെ രീതിയിലാവുന്നു. അതിനുശേഷം നമ്മൾ യൂഷ്വൽ ഉണ്ടാക്കുന്ന പോലെ ചക്ക കുക്കറിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. കുക്കറിൽ വേവിക്കുന്ന നിർബന്ധമൊന്നുമില്ല, എന്നാൽ പോലും പെട്ടെന്ന് വേവിച്ചിട്ടാൽ എളുപ്പത്തിന് കുക്കറിലേക്ക് ഇടുന്നു. അതിനുശേഷം നന്നായിട്ട് വെന്ത് കിട്ടുന്നു. പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കാന്താരിമുളകാണെങ്കിൽ ബെസ്റ്റായിരിക്കും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് തോരൻ്റെ പരുവത്തിലാക്കിയത് മിക്സ് ചെയ്യുന്നു, കൂട്ടിയെടുക്കുന്നു. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ചക്കയാണ് ഇന്നത്തെ താരം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ചക്ക ചക്ക പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം ഇത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇത് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഈ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് നോക്കാം ഇതെങ്ങനെയാവുന്നു. നമ്മൾ 3-4 മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിലിട്ട ചക്ക നമുക്കൊന്ന് പൊക്കി നോക്കാം എന്തായെന്ന് കേട്ടോ. അത് നല്ലോണം കുതിർന്ന് കണ്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചക്കച്ചുളയൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അരിഞ്ഞൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെയല്ലേ ഇരിക്കണേ. ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്നുകൂടി കഴുകുക. കാരണം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി വാർക്കമേളിലൊക്കെ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം. വൃത്തിയായിട്ട് ഒന്നുകൂടി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കൊണ്ടുവരാം. നമ്മൾ കഴുകി കൊണ്ടുവന്ന ചക്ക കുക്കറിലേക്ക്, കാരണം ഇതിൻ്റെ വേവ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കുക്കറിലേക്ക് വന്ന് ഒരടി അടിക്കാം, ഒരു പ്രാവശ്യം ഒന്ന് വിസിലടുപ്പിക്കാം. കാരണം നമുക്ക് അധികം വേവുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, കാരണം നമുക്ക് ചക്കയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയതായതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ഒരു വിസിലടുപ്പിക്കുന്നവിടെ വരെ ഒന്ന് നമുക്ക് ദഹിക്കാം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇടുന്നത് കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറ് മാറാൻ വേണ്ടി വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചക്കപ്പുഴുക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എന്താ പറയുക അരപ്പ് റെഡിയാക്കുവാണ്. അതിനകത്ത് കുറച്ച് തേങ്ങ, ചെറിയ തേങ്ങയായിരുന്നു, അതിന് അരമുറി തേങ്ങ, കുറച്ച് ജീരകം, വെളുത്തുള്ളി, ശകലം കുരുമുളക്, ശകലം കാന്താരിമുളക്, ആസ് യൂഷ്വൽ കറിവേപ്പില. ഇത്രയാണ് നമ്മൾ ചതച്ചെടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കരുത്, ചതച്ചേ എടുക്കാവുള്ളൂ. ഒന്ന് ചതച്ചെടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അത് ഞാനിതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ച ചക്ക
2 വിസിലടുപ്പിച്ചു. കാരണം നന്നായിട്ട് ഉണങ്ങിയ ചക്കയായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഒന്ന് വിസിലടുപ്പിച്ചു. അപ്പോഴാണ് ഒന്ന് ശരിക്കും വെന്തുടഞ്ഞ് വന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വച്ചിരുന്ന തേങ്ങ, പച്ചമുളക്, കാന്താരിമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെന്തായിരുന്നു, കുരുമുളക്, ഇത്രയും കൂടി ചതച്ച് വെച്ച മിക്സ് ഇതിനകത്തേക്ക് ഇടുന്നു. ഒരു 2 മിനിറ്റ് ഒന്ന് പൊത്തി വെച്ച് ഒന്ന് അടച്ച് വയ്ക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളതൊന്ന് പൊക്കി നോക്കണം. പിന്നെ ഒന്നുകൂടി ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും. എല്ലായിടത്തും നമ്മുടെ അരപ്പ് പിടിക്കാൻ പാകത്തിന് ഇളക്കി മിക്സ് ചെയ്ത് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, ചക്കപ്പുഴുക്കുകൾക്കൊക്കെ ലാസ്റ്റ് എടുക്കുന്നത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം എല്ലായിടത്തും എത്താൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നോക്കുക, അതിനകത്ത് എല്ലാം എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.